ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് 10th ലെവൽ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തത്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്, അതുപോലെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഒരു മറുപടി എന്നവണ്ണമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ഞാൻ എങ്ങനെയാണ് 10th മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതിനു മുമ്പ് കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഒരു സംശയം ചോദിച്ചിരുന്നു, താങ്കൾ ഒരു ദിവസം എത്ര സമയമാണ് പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഒരു ദിവസം എത്ര സമയം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിലല്ല കാര്യം, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അതായത് നമുക്ക് ഒരു ദിവസം ഒരു 10 മണിക്കൂറോ 15 മണിക്കൂറോ ഒക്കെ പഠിക്കാൻ സമയം കിട്ടുന്നു. പക്ഷേ നമ്മളൊരു റാങ്ക് ഫയൽ എടുത്തിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് അല്ല ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനകത്തുനിന്ന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് നമുക്കൊരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ആ അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്നു, മാക്സിമം സ്മാർട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം, അതിലാണ് നമ്മൾ റിസൾട്ട് ഇരിക്കുന്നത്. അപ്പം എത്രത്തോളം സമയം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതല്ല കാര്യം, മറിച്ച് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ഇനി ഞാൻ എങ്ങനെ 10th മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ഓർത്തിരിക്കുക, LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് 2019. ഈ ഒരു സമയത്ത് PSCയിൽ പ്രിലിംസ് മെയിൻസ് എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ അങ്ങനെയുള്ളൊരു പാറ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. പഴയ ഒരു പാറ്റേണിലാണ് PSC പരീക്ഷകൾ നടന്നിരുന്നത്. അന്ന് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നാണ് ധാരാളമായിട്ട് ക്വസ്റ്റ്യനുകൾ വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ടോപ്പിക്കുകളാണ് അന്ന് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചത്. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റാങ്ക് ഫയൽ ഉപയോഗിച്ചിരുന്നു. അതാണ്ട് ആ ഒരു റാങ്ക് ഫയൽ ഈ ഒരു പുസ്തകമാണ്. ലക്ഷ്യയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് അവർ പബ്ലിഷ് ചെയ്ത അന്നത്തെ ഒരു റാങ്ക് ഫയലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള സബ്ജക്റ്റുകളാണ് അന്ന് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത്. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി എന്നുള്ള സബ്ജക്റ്റ് പറയുമ്പോൾ ഓർക്കുക, അന്ന് വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി ഒന്നും നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി. ഇനി ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് 28 സ്റ്റേറ്റുകളും 14 ഡിസ്ട്രിക്റ്റുകളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക്കുകൾ ഈ റാങ്ക് ഫയൽ നോക്കി പഠിക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനത് ആ ഒരു ടോപ്പിക്കുകളൊക്കെ അക്കാഡമിയിൽ മൻസൂർ അലി സാറിൻ്റെ ഫ്രീ കോഴ്സുകൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു കോഴ്സുകൾ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും വിശാലമായിട്ട് റാങ്ക് ഫയലിനകത്ത് 5ഉം 10ഉം പേജൊക്കെ ആയിരിക്കും ഒരു സ്റ്റേറ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ 28 സ്റ്റേറ്റ് പഠിക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഞാൻ അതൊക്കെ റാങ്ക് ഫയലിൽ നിന്ന് സ്കിപ്പ് ചെയ്തു. ആ ഒരു ടോപ്പിക്കുകളൊക്കെ അക്കാഡമിയിൽ മൻസൂർ അലി സാറിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് LD ക്ലർക്കിന് വേണ്ടി അത്യാവശ്യം പഠിച്ചൊരു സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന സമയത്താണ് കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നതും ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതും. ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം ഞാൻ പഠനം അത്യാവശ്യം നല്ല ഉഴപ്പായിരുന്നു. ഈ ഒരു സമയത്താണ് PSC പ്രിലിംസ് മെയിൻസ് സമ്പ്രദായങ്ങളൊക്കെ PSCയിൽ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പഠനത്തിൽ നല്ല ഉഴപ്പായിരുന്നു. പിന്നീട് പ്രിലിംസിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ച ആ ഒരു സമയത്താണ് വീണ്ടും നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. പക്ഷെ പണ്ട് പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ തന്നെയാണ് അന്ന് പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. മുൻപേ കുറേ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് പ്രിലിംസ് എനിക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഒരു റാങ്ക് ഫയൽ പ്രിലിംസിന് വേണ്ടി പ്രത്യേകം കയ്യിൽ കരുതുക. എന്നിട്ട് നമ്മുടെ യൂട്യൂബിലും അക്കാഡമിയിലും ഒക്കെ ധാരാളം നല്ല അധ്യാപകരുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് പ്രിലിംസിന് വേണ്ടിയിട്ട്. അവരുടെ ക്ലാസ്സുകൾ കേട്ട ശേഷം റാങ്ക് ഫയലിൽ അതേ ടോപ്പിക്കുകൾ വായിച്ച് പഠിക്കുക. അപ്പോൾ ആദ്യം അധ്യാപകരുടെ ക്ലാസ് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുക, അതിനുശേഷം റാങ്ക് ഫയൽ വായിക്കുക. ആ ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അത്യാവശ്യം ബേസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് 10th പ്രിലിംസ്
പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ്. പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരുപാട് തുരന്ന് ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ 10th പ്രിലിംസിൻ്റെ കാര്യമാണ്. ഇനി ഡിഗ്രി പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ. SCRT +2 ലെവലുള്ള പാഠപുസ്തകങ്ങൾ വരെ പഠിക്കേണ്ടതായിട്ട് വരും. അത് നല്ല എഫോർട്ട് ഇട്ട് തന്നെ അതിന് വേണ്ടി പഠിക്കുക. ഇപ്പോൾ 10th പ്രിലിംസിന് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിന് ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. അവരുടെ ക്ലാസ്സുകൾ കേൾക്കുക. പ്ലസ് നമുക്കുള്ള റാങ്ക് ഫയൽ കൂടി ഒന്ന് വായിച്ച് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് പരീക്ഷ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഞാൻ എങ്ങനെ 10th മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരുപാട് കാട് കയറിയൊന്നും 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരുന്നില്ല. ഈ ഒരു 10th മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു 3-4 കാര്യങ്ങൾ ഫോളോ ചെയ്തിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. ഓരോ കാലഘട്ടത്തിലും PSC പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഇടാനായിട്ട് ഓരോ മീഡിയംസിനെ ആശ്രയിക്കും. ആ മീഡിയം എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് പഠിക്കുക. കഴിഞ്ഞ 10th മെയിൻസ് എക്സാമിന് PSC ക്വസ്റ്റ്യൻ ഇടാനായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നത് SCRT പാഠപുസ്തകങ്ങളെയാണ്. SCRT പാഠപുസ്തകങ്ങൾ ഞാൻ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു. നിങ്ങൾ കഴിഞ്ഞ 10th മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ഏതൊരു ആസ്പിറൻറ്റിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും അവർ പറയും അവർ SCRT പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിച്ചിരുന്നു എന്നുള്ള കാര്യം. അതായത് അപ്പോൾ ഓരോ എക്സാമിനും PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം. ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് എക്സാമിനും SCRT വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ SCRT പഠനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇനി രണ്ടാമത് ഞാൻ ഫോളോ ചെയ്ത കാര്യം, സിലബസിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം നമ്മളുടെ പഠനം. സിലബസിന് പുറത്തുള്ള എത്ര വിശാലമായിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും അത് മൈൻഡ് ചെയ്യാനായിട്ടേ പോകരുത്. സിലബസിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുക. ഇപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കുക, എവിടെ നിന്നൊക്കെയാണ് PSC ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുക. 2, സിലബസിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ പഠിക്കുക. അപ്പോൾ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാനൊരു റാങ്ക് ഫയൽ ഉപയോഗിച്ചിരുന്നു. അത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു റാങ്ക് ഫയലാണ്. ഇതാണ് ആ പുസ്തകം. ഈ ഒരു റാങ്ക് ഫയൽ ഞാൻ 10th മെയിൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം ഇങ്ങനെ റാങ്ക് ഫയൽ വാങ്ങിച്ചു വെക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു റാങ്ക് ഫയൽ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്ന സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഒരു 400 പേജോളം കാണും. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ജിയോഗ്രഫി ആയിരിക്കും. ജിയോഗ്രഫിയും ഹിസ്റ്ററിയും കൂടെ തന്നെ 1000-ൽ പുറത്ത് പേജുകൾ ഉണ്ടായിരിക്കും. ഈ 1000 പേജുകൾ പഠിച്ചാൽ നമുക്ക് ആകെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 10 മാർക്കാണ്. അപ്പം ഈ ഒരു 10 മാർക്കിന് വേണ്ടിയിട്ട് 1000 പേജ് പഠിച്ച് നമ്മൾ സമയം കളയണം എന്നുള്ള കാര്യം ഒന്ന് ആദ്യം ചിന്തിക്കുക. ഞാൻ ഫോളോ ചെയ്ത 3-ാമത്തെ റൂളും അതുതന്നെയാണ്. കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. അപ്പോൾ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, പിന്നെ കേരള അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ടോപ്പിക്കുകൾക്ക് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. അവിടെ നിന്നും എനിക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താലും നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ടും കൂടുതൽ സമയം കിട്ടും. അവിടെ നിന്ന് മാക്സിമം മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3-ാമത്തെ കാര്യം, കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പം ഈ 10th മെയിൻസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ റാങ്ക് ഫയലിനകത്ത് ഈ സുപ്രധാന നിയമങ്ങൾ, അതുപോലെ കേരള അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ടോപ്പിക്കുകൾ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു റാങ്ക് ഫയൽ മേടിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ കുറേ റാങ്ക് ഫയൽ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വെച്ചതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സുപ്രധാന നിയമങ്ങളും കേരള സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നീ 2 ടോപ്പിക്കുകളുടെ നോട്ട്സ് നെറ്റിൽ നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. സുപ്രധാന നിയമങ്ങൾ ഒരു 10-15 നിയമങ്ങളുണ്ട്. ഇത് ഞാൻ നെറ്റിൽ നിന്നും അതിൻ്റെ
PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. അതുപോലെ കേരള സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓരോ ടോപ്പിക്കുകളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളും പിന്നെ 1-2 യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കിട്ടിയ ക്ലാസ്സുകളും വെച്ചിട്ടാണ് ഈ 2 ടോപ്പിക്കുകൾ ഞാൻ പഠിച്ചത്. വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു മാറ്റാൻ പറ്റുന്ന 2 ടോപ്പിക്കുകളാണ് കേരള സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ സുപ്രധാന നിയമങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനൂടെ ആകുമ്പോൾ 20 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചു മാറ്റാനായിട്ട് സാധിക്കും. ഒരുപാട് സമയം അവൈലബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, മിനിമം സമയം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും പെട്ടെന്ന് പഠിച്ചു മാറ്റാൻ പറ്റുന്ന ടോപ്പിക്കുകളായിരുന്നു ഈ 4 ടോപ്പിക്കുകൾ. ഇനി ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ടോപ്പിക്കുകൾ ഏകദേശം ഇതെല്ലാം കൂടെ 25 മാർക്കോളമാണ് PSCയുടെ സിലബസ്. ഹിസ്റ്ററി 5, ജോഗ്രഫി 5, സയൻസ് വിഷയങ്ങൾ 12 മാർക്ക് പ്ലസ് IT ഒരു 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 25 മാർക്കായിരുന്നു സിലബസിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു 25 മാർക്കിൻ്റെ ടോപ്പിക്കുകൾ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി ടോപ്പിക്കുകൾ ഞാൻ SCERT പാഠപുസ്തകങ്ങൾ മാത്രം വെച്ചിട്ടാണ് പഠിച്ചത്. IT മാത്രമേ റാങ്ക് ഫയലിനെ ആശ്രയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 25 മാർക്കിൻ്റെ ടോപ്പിക്ക് SCERT പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിച്ച ഒരാൾക്ക് മിനിമം 20 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ടോപ്പിക്കുകൾ SCERT പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അവിടുന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തത്. അവിടുന്ന് എനിക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും സാധിച്ചു. ഇനി നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിൻ്റെ 1% നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കണം. ഞാൻ ഡെയിലി ഇംഗ്ലീഷും മലയാളവും ചെയ്തു പഠിച്ചിരുന്നു. മാത്സ് ഞാൻ ഡിഗ്രി മെയിൻസ് മാത്സ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് മാത്സിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇംഗ്ലീഷും മലയാളവും ഡെയിലി ചെയ്തു പഠിച്ചിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന സബ്ജക്റ്റുകളിലുള്ള 30 മാർക്കിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ റാങ്ക് എത്ര മുന്നോട്ട് പോകണം പിന്നോട്ട് പോകണം എന്നുള്ള കാര്യം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് പഠിച്ച് മാറ്റാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി ഇത്രയും സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് കഴിഞ്ഞ LDക്ക് വേണ്ടി പഠിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഒരു എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മൊത്തത്തിൽ 30 മാർക്കാണ്. അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് എങ്ങനെ പോയാലും മിനിമം ഒരു 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന മാർക്കാണ് ഈ 20 മാർക്ക്. ഓക്കെ, 20 അല്ല കിട്ടേണ്ടത്, 25 മുതൽ 30 വരെയുള്ള മാർക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുള്ള ഒരാൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും മിനിമം 20 മാർക്ക് നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. 20 മാർക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് ആകെ 20 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, എക്കണോമിക്സ്, കേരള സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഈ 4 ടോപ്പിക്കുകളിലൂടെ ആകെ 20 മാർക്കായിരുന്നു. അത് വളരെ കൃത്യമായ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ച ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 15 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 20ഉം 15ഉം 35 മാർക്കായി. ഇനി അതുപോലെ SCERT പാഠപുസ്തകങ്ങൾ കൃത്യമായി പഠിച്ച ഒരാൾക്ക് 25ൽ 20 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം SCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് PSC ചോദ്യങ്ങൾ ഇട്ടത്. അത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാനും സാധിക്കും. 20 മാർക്ക് കൂടെ ആകുമ്പോഴത്തേക്ക് ടോട്ടൽ 55 മാർക്കായി. പല ജില്ലകളിലെയും LDC കട്ട് ഓഫിനെ കാട്ടി ഒരുപാട് മാർക്ക് മുകളിലാണ് ഈ 55 മാർക്ക് എന്നുള്ളത്. അപ്പം ഒരുപാട് സമയമുള്ള ആൾക്കും ഒട്ടും സമയമില്ലാത്ത ഒരാൾക്കും കൃത്യമായി പഠിച്ച് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരുന്നു ഈ ഒരു 55 മാർക്ക്. ഇതേ ഒരു സ്ട്രാറ്റജിയിൽ തന്നെയാണ് ഞാൻ ഈ LDC പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി ഇതൊന്നും കൂടാതെ നമുക്കിനി കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് അഡീഷണലായിട്ട് കിട്ടുന്നതാണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് PSC ബുള്ളറ്റിൻ്റെ പ്രസിദ്ധീകരണമുണ്ട്. അത് ടെലഗ്രാമിൽ PDF അവൈലബിൾ ആണ്. ഈ ഒരു PDFൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു പേജുണ്ട്. ആ ഒരു പേജ് സമകാലികം എന്ന പേരിൽ കുറച്ചൊരു 10-35 ഫാക്ട് വീതം ഉണ്ടാവും. ഒരു മാസം 2 PSC ബുള്ളറ്റിനാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു വർഷം ആകെ എത്ര 24 PSC ബുള്ളറ്റിൻ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ PDF ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലാസ്റ്റ് പേജിൽ സമകാലികം എന്നുള്ള ടോപ്പിക്കുകൾ ഞാൻ എഴുതിയെടുത്ത് പഠിച്ചിരുന്നു. ആകെ ഒരു പേജിൽ 10-35 ഫാക്ട്സ് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകൾ ഞാൻ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. അതുകൂടാതെ എക്സാം അടുത്ത സമയത്ത് PSC ബുള്ളറ്റിൻ്റെതായിട്ട് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം വന്നിരുന്നു.
കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞിട്ട് ഈ ഒരു സാധനം നെറ്റിൽ നിന്നും PDF ഞാൻ എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് ഇതുകൂടെ പഠിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 10 മാർക്ക് സ്കോർ, 20 മാർക്കോളമായിരുന്നു കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് നിന്ന് ഒരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നേരത്തെ മാർക്കിൻ്റെ കൂടെ എത്രയായി, 55 പ്ലസ് ഒരു 10, 65 മാർക്ക്. പല ജില്ലകളിലും ആദ്യത്തെ ഒരു 10, 20 റാങ്കിനകത്ത് വരാനുള്ള മാർക്ക് നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 10th മെയിൻസ് എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തു വന്നിരുന്ന സ്ട്രാറ്റജീസ്. ഞാൻ ഉപയോഗിച്ചിരുന്ന റാങ്ക് ഫയലുകളും പ്രസിദ്ധീകരണങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. എക്കണോമിക്സ്, IT പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി ഞാൻ വാങ്ങിയ ആ ഒരു റാങ്ക് ഫയലുണ്ട്, അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും ആ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ അതുപോലെ നിയമങ്ങളും കേരള സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനും നെറ്റിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത്. വളരെ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് പഠിച്ച് മാറ്റാവുന്നതാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ടോപ്പിക്കുകൾ SCRT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യയുടെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ ഒരു പുസ്തകം പ്ലസ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കുറച്ച് 1-2 ചാനലുകളുണ്ടായിരുന്നു. ആ ചാനലുകളെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. മലയാളവും ലക്ഷ്യയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ചെറിയൊരു പുസ്തകമാണ് മലയാളം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ടെലഗ്രാമിൽ നിന്നും എനിക്ക് ആ ഒരു സമയത്ത് PSC ബുള്ളറ്റിൻ്റെ മലയാളം നോട്ട്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-11 പേജുള്ള ഒരു ചെറിയൊരു PDF കിട്ടി. ആ ഒരു PDFൻ്റെയും കൂടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടായിരുന്നു ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഞാൻ തൊഴിൽ വാർത്ത വരുത്തുന്നുണ്ടായിരുന്നു. ഈ തൊഴിൽ വാർത്ത ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിന് മാത്രമേ ഞാൻ തൊഴിൽ വാർത്ത ഉപയോഗിച്ചിരുന്നുള്ളൂ, GK പഠിച്ചിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ PSC പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നെറ്റിൽ PSC ബുള്ളറ്റിൻ്റെ ലാസ്റ്റ് പേജിൽ ആ സമകാലികം എന്നുള്ള ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചു പോയിരുന്നു. എക്സാം അടുക്കുന്ന സമയത്ത് നമുക്ക് ടാലൻ്റ് ഓർ ലക്ഷ്യം അതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കറണ്ട് അഫയേഴ്സ് ടെക്സ്റ്റ് ബുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുകൂടെ വാങ്ങിച്ച് അതിൻ്റെ സഹായം കൂടെ തേടുക. പിന്നെ ഒരുപാട് സമയമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പത്രമൊക്കെ വായിച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഒരു പത്രം വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും. അതിലും നല്ലത് ഒരു എക്സാം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ നല്ലൊരു കറണ്ട് അഫയേഴ്സ് റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ PSC ബുള്ളറ്റിനിൽ വരുന്ന സമകാലികം എന്നുള്ള ആ ഒരു ടോപ്പിക്കുകളൂടെ കൃത്യമായിട്ട് പഠിച്ചു പോയാലും മതിയാവും. കഴിഞ്ഞ LD മെയിൻസിന് എനിക്ക് 70+ മാർക്ക് ഞാൻ സ്കോർ ചെയ്തിരുന്നു. പക്ഷേ കാർക്കിക്കുത്തലിൻ്റെ ഒരു ഗുണം കൊണ്ട് എൻ്റെ കുറേ മാർക്ക് നഷ്ടപ്പെട്ടിട്ട് 60-നും 65 മാർക്കിനും ഇടയിലുള്ള ഒരു മാർക്കാണ് എനിക്ക് കിട്ടിയത്. ആദ്യത്തെ 100 റാങ്കിൽ വരാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് അല്ല ഞാനത് ഈ ഒരു മാർക്കിലേക്ക് ഞാൻ എത്തിയത്. നമ്മൾ കൃത്യമായിട്ടൊരു സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയമുള്ള ആളുകൾക്കും മിനിമം സമയമുള്ള ഒരാൾക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. ലഭിക്കുന്ന സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇന്നങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി നാളെ ജോലി കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ ആരും PSC പഠിക്കാനായിട്ട് ഇറങ്ങരുത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ പ്രിലിംസ് പരീക്ഷ നടക്കണം, പിന്നെ പ്രിലിംസിൻ്റെ റിസൾട്ട് വരണം, അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം നടക്കണം, മെയിൻസിൻ്റെ റിസൾട്ട് വരണം. അപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് PSC എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല ക്ഷമയോടുകൂടി പഠിച്ച് മുന്നേറാൻ ആഗ്രഹമുള്ളവർ PSC ഫീൽഡിലേക്ക് വരിക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. കഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയായിരുന്നു PSC പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കേരള PSCയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.